ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ മുന്നണികൾ. കോൺഗ്രസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആദ്യഘട്ട പ്രഖ്യാപനമുണ്ടാകും. തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് പിന്നാലെ CPM-ലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കും. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് BJP-യുടെ നീക്കം. വിവരങ്ങൾ അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകും. അൺഫിലിറ്റ്, മൂന്ന് മുന്നണികളും കൊടുമ്പിരി കൊണ്ടുള്ള ചർച്ചയിലാണ്. കോൺഗ്രസ് അങ്ങനെ ഒരു ഭാഗത്ത് ചർച്ച, ഇടതുമുന്നണി ചർച്ചയിലേക്ക് കടക്കുന്നു. BJP-യുടെ ഒരു സാധ്യതാ പട്ടികയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഈ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? പക്ഷേ തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് അതിവേഗത്തിൽ കടക്കുകയാണോ സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും? കാരണം ആദ്യം ആരാണ് പ്രഖ്യാപനം നടത്തി കളം നിറയുക എന്നൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് ആദ്യമേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കി ഒപ്പം തന്നെയും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആദ്യമേ തന്നെ കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ്. അതുകൊണ്ടാണ് കോൺഗ്രസ് മറ്റ് രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് ആദ്യമേ ഉഭയകക്ഷി ചർച്ചകൾ അടക്കം തന്നെ കടക്കുന്നത്, ഔദ്യോഗികമായി കടന്നത് പോലും കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങളൊക്കെ തന്നെ ആദ്യമേ ചേർന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക, ഒന്നാം ഘട്ട പദ്ധതി, അതായത് ഒന്നാം ഘട്ട പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നു. അടുത്ത ആഴ്ച, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഫെബ്രുവരി 25-നുള്ളിൽ തന്നെയും ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. കേന്ദ്രത്തിൽ നിന്ന്, അതായത് ഹൈക്കമാൻഡിൽ നിന്ന് കോൺഗ്രസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെയാണ്. എത്രയും വേഗം സ്ഥാനാർത്ഥി പട്ടികയെ പ്രഖ്യാപിച്ച് കളത്തിലേക്ക് ഇറങ്ങുക എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര, ആ യാത്ര മാർച്ച് 6 ആകുമ്പോഴാണ് സമാപിക്കുന്നത്. ആ മാർച്ച് 6-ന് സമാപിക്കുന്ന ആ വേളയിൽ അതോടനുബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയാൽ മതിയെന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് സിറ്റിംഗ് MLA-മാരുടെ പ്രഖ്യാപനവും ഒപ്പം തന്നെയും SC/ST മണ്ഡലങ്ങളിലെ സംവരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം, അതോടൊപ്പം തന്നെയും ഈ ചില പ്രമുഖരുടെ കാര്യത്തിൽ അവർ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിൽക്കണം എന്ന കാര്യത്തിലുള്ള ചില തർക്കങ്ങളും ചില ആശയക്കുഴപ്പങ്ങളും പാർട്ടിക്കുള്ളിലുണ്ട്. അതോടൊപ്പം MP-മാരിൽ ആരെങ്കിലുമൊക്കെ മത്സര രംഗത്തേക്ക് വരേണ്ടതുണ്ടോ എന്ന ചില ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നു. ഹൈക്കമാൻഡ് MP-മാർ മത്സരിക്കേണ്ടതില്ല നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ചില MP-മാരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ചില പ്രമുഖ സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ K. മുരളീധരൻ വട്ടിയൂർക്കാവ്, ഒപ്പം തന്നെയും കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു പോയ K. മുരളീധരനെ പോലെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടു പോയ ചില വ്യക്തികളുണ്ട്, പ്രമുഖരായ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുടെ ചുറ്റിപ്പറ്റിയുള്ള അവർ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അവരെ ഉറപ്പിക്കുക, അത്തരം ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ചില മുതിർന്ന നേതാക്കൾ മത്സരിക്കണമോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. ഇതൊക്കെയാണ് മിക്കവാറും ഈ ഫെബ്രുവരി 25-ന് അല്ലെങ്കിൽ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുന്ന ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇവരൊക്കെ തന്നെ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണി യോഗം വളരെ സജീവമായി ഇടതുമുന്നണിയും ചർച്ച നടക്കുകയാണ്. 23, അതായത് തിങ്കളാഴ്ചയാണ് ഇടതുമുന്നണി യോഗം, തെരഞ്ഞെടുപ്പ്, അതായത് ഘടകകക്ഷികളുമായി സീറ്റ് നിർണയ ചർച്ചകളൊക്കെ തന്നെ തീരുമാനിക്കുന്ന ഒരു ഇടതുമുന്നണി യോഗത്തിന്റെ തുടക്കം, ഔദ്യോഗികമായ തുടക്കം ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. അത് ഇടതുമുന്നണി യോഗം ചേർന്ന ശേഷം ഓരോ കക്ഷികളും പ്രത്യേകം യോഗം ചെയ്തിട്ട് നമ്മളെ എല്ലാവരും കാത്തിരിക്കുന്നത് CPM-ഉം CPI-യും കേരള കോൺഗ്രസും ഒക്കെ തന്നെയാണ്. CPM ഈ ഇടതുമുന്നണി യോഗത്തിന് തൊട്ട് പിന്നാലെ തന്നെ CPM-ന്റെ യോഗം ചേരുന്നു. ചർച്ചകളൊക്കെ തന്നെയും, അതായത് നിർദ്ദേശം, ഈ CPM-നെ സംബന്ധിച്ച് അതൊരു ഘട്ടം ഘട്ടമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്വാഭാവികം ഉണ്ടാവുകയില്ല. ഒരുമിച്ചുള്ളൊരു പ്രഖ്യാപനമായിരിക്കും ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത്. എല്ലാ തവണയും അതുപോലെ തന്നെയാണ് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ തർക്കമുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുന്നത്. സാധാരണ ഇതിൽ ഒരുമിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകും. ഇപ്പോൾ ഏറെക്കുറെ അന്തിമമായ ഒരു തീരുമാനം എന്ന രീതിയിലേക്ക് എത്തുന്നത് ജില്ലാ ഘടകങ്ങൾക്ക് അയക്കുന്നു. ജില്ലാ ഘടകങ്ങളിൽ നിന്നുള്ള മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ അത് ക്രോഡീകരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു. സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അന്തിമ തീരുമാനമായ ശേഷം പ്രഖ്യാപനം. അത് ഈ തിങ്കളാഴ്ചത്തെ ഇടതുമുന്നണി യോഗത്തിന് ശേഷം പിന്നീടുള്ളതൊക്കെ വളരെ വേഗത്തിൽ തന്നെയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രഖ്യാപിക്കാൻ തന്നെയാണ് CPM-ന്റെയും തീരുമാനം. അവിടെയും തന്നെയും ഏതൊക്കെ ടൈം വ്യവസ്ഥകളൊക്കെ തന്നെയും ഇത്തവണ കർശനമാക്കേണ്ടതില്ല, ചിലർക്കൊക്കെ ഇളവുകൾ നൽകാം. അത്തരം ചർച്ചകളൊക്കെ ഇതിനോട് തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം, സ്ഥാനാർത്ഥി പ്രഖ്യാപനവും
പ്രഖ്യാപനവുമായി കളത്തിലിറങ്ങാൻ CPIയും ഒപ്പം ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും BJP ആണ്. കാരണം BJP സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലാണ്, BJPക്ക് ഏറെ പ്രതീക്ഷയുള്ളതാണ്. ഇതിനോടകം തന്നെ നമുക്കറിയാം 30 പേരടങ്ങുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഏറെക്കുറെ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അടുത്ത മാസത്തിലേക്ക് കടക്കേണ്ടതില്ല. ഈ മാസം അവസാനത്തോടു കൂടി ഒരുപക്ഷെ ആദ്യഘട്ട പ്രഖ്യാപനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കേന്ദ്രമാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അത്തരം ചർച്ചകളും പട്ടികകളും പാനലും ഒക്കെ ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞു. ചർച്ചകളൊക്കെ നടന്നു. കേന്ദ്രത്തിൻ്റെ നിരീക്ഷകർ ഇവിടെ ഉണ്ട്. കേന്ദ്രത്തിലെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ, ഒപ്പം തന്നെ സംസ്ഥാനത്തിലെ പ്രഭാരിമാരാണ് ശോഭ കരന്തലജെ, പ്രകാശ് ജാവദേക്കർ അടക്കം ഈ 3 പേരുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കൊക്കെ ഇത്രയും ചുക്കാൻ പിടിക്കുന്നത്. ഈ 3 കേന്ദ്ര നിരീക്ഷകരായിരിക്കുന്ന 3 പേരാണ്. ഇവരുടെ തന്നെ നേതൃത്വത്തിൽ തന്നെയാണ് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്. ഒന്നാം ഘട്ട ചർച്ചകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം അവസാനത്തോടെ BJPയിൽ നിന്നും ഉണ്ടാകും. അങ്ങനെ ഈ മാസം അവസാനിക്കുന്നതോടുകൂടി തന്നെ സംസ്ഥാനത്ത് 3 മുന്നണികളും ആദ്യഘട്ട പ്രഖ്യാപനങ്ങൾ ഏറെക്കുറെ നടത്തി. ശരിയാണ് ഫിൽറ്റ്. എന്തായാലും ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. കോൺഗ്രസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആദ്യഘട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് പിന്നാലെ CPMലും ഏകദേശം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ പൂർത്തിയാകും. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് BJPയുടെ ഒരു നീക്കം. കണ്ടുവരുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് മൺഫിലിറ്റ് ഡിസൂസ നൽകിയത്.